നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് ചോദിച്ചല്ലോ, എൻ്റെ ഉമ്മാന്റെ ഖബറിനെ ഞാൻ സന്ദർശിച്ചോട്ടെ. എന്താ പഠിച്ചത്? ആദ്യം പറഞ്ഞത് വേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നീട് അള്ളാഹു അനുവദിച്ചു. എന്നിട്ട് ആ ഖബറിടത്തിൽ ചെന്ന് റസൂല് ചോദിച്ചു, റബ്ബേ, എൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. അള്ളാഹു പറഞ്ഞു, പാടില്ല. അള്ളാഹു ഇത് നിരോധിച്ചു. ഇത് സത്യമായ ചരിത്രമാണ്, സഹീഹായ സനദുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ചരിത്രമാണ്. എന്താ കാരണം? ഹിദായത്ത് കിട്ടിയിട്ടില്ല. ആ ഹിദായത്ത് എന്ന വലിയ അനുഗ്രഹം, റസൂലിന്റെ ഉപ്പാക്കും ഉമ്മാക്കും എളാപ്പാക്കും കിട്ടാത്ത വലിയ അനുഗ്രഹം. റസൂലിന്റെ വാക്ക് നമ്മുടെ ചരിത്രത്തിൽ എത്രയോ തവണ വായിച്ചതാണ്. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എളാപ്പ ഒറ്റ വട്ടം നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഒരൊറ്റ വട്ടം. അത് വെച്ച് ഞാൻ എൻ്റെ റബ്ബിനോട് കെഞ്ചി കരഞ്ഞ് കേട് പറഞ്ഞോളാം, ഒരൊറ്റ വട്ടങ്ങളൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹം പറയാൻ കൂട്ടാക്കിയില്ല, അദ്ദേഹം അത് പറഞ്ഞില്ല. അത് പറയാതെയാണ് അബൂ താലിബ് മരിച്ചത്. ഹൃദയവേദനയോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി, നൊമ്പരം കൊണ്ട് തല പൊന്തിക്കാൻ കഴിയാതെ റസൂലുള്ള തെരുവിലൂടെ നടന്നു നീങ്ങിയപ്പോ ജിബ്രീൽ വന്നു. എന്തിനാ വന്നെന്നറിയോ? റസൂലിനെ സമാധാനിപ്പിക്കാൻ. എന്ത് പറഞ്ഞാ സമാധാനിപ്പിച്ച്? അബൂ താലിബിനെ സ്വർഗത്തിൽ കയറ്റാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ല സമാധാനിപ്പിച്ച്. പിന്നെ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാന്റെ റസൂലെ, ആരെങ്കിലും ഒരാൾ സത്യമാർഗം സ്വീകരിക്കാതിരിക്കുക എന്നത് അങ്ങയുടെ അധികാരത്തിൽ പെട്ടതല്ല, അങ്ങയുടെ സ്വാധീനത്തിൽ പെട്ടതല്ല. അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ അങ്ങയെ കൊണ്ട് പറ്റില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അവൻ ഹിദായത്ത് നൽകുള്ളൂ. ആ ഉദ്ദേശിച്ചവരുടെ പട്ടികയിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഉള്ളത്. ആ ഉദ്ദേശിച്ച ആളുകളാണ്, അള്ളാഹ് ഉദ്ദേശിച്ച ആളുകളാണ്. നമ്മുടെ തറവാട് കൊണ്ടല്ല, നമ്മുടെ ചേല് കൊണ്ടല്ല, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ പൂർവികന്മാരായ ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലം കൊണ്ടല്ല. അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഹിദായത്ത് ലഭിച്ചതിന് വേണ്ടി അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഖുതുബകളെല്ലാം ആഴ്ചയും തുടങ്ങുന്നത് അങ്ങനെയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഈ സത്യമാർഗത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹുവിന്റെ നേർമാർഗം കിട്ടിയിട്ടില്ല എങ്കിൽ, അള്ളാഹുവിന്റെ ഫദലും റഹ്മത്തും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ നേർമാർഗത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ആഴ്ചയിലും ഖുതുബ നമ്മൾ ആരംഭിക്കുന്നത്. ഇതെല്ലാ ദിവസവും നമ്മൾ പറയേണ്ടതാണ്. റബ്ബേ, ഈ സത്യമാർഗത്തിലേക്ക് എന്റെ ഒരു അധ്വാനവുമില്ലാതെ, എന്റെ ഒരു പരിശ്രമവുമില്ലാതെ മുസ്ലിമായ ഒരു ഉമ്മാക്ക്, മുസ്ലിമായ ഒരു വാപ്പാക്ക് അവരുടെ മകനായി മകളായി പിറക്കാൻ നീ എനിക്ക് ചെയ്തു തന്ന ഭാഗ്യമുണ്ടല്ലോ നാഥ. മുവഹിദായി ജീവിക്കാൻ നീ എനിക്ക് ചെയ്തു തന്ന ഭാഗ്യമുണ്ടല്ലോ നാഥ. ഒട്ടനവധി ഔലിയാക്കളെ വിളിക്കുന്നവർ ഈ ലോകത്തുണ്ട്, ഒട്ടനവധി ശുഹദാക്കളെ വിളിക്കുന്നവർ ഈ ലോകത്തുണ്ട്. മൺമറഞ്ഞു പോയ മഹത്തുക്കളായ ആളുകളുടെ മുന്നിൽ സങ്കടങ്ങളെ പറയുന്നവർ ഈ ലോകത്തുണ്ട്. എന്നാൽ ആ ആളുകളിൽ നിന്നെല്ലാം മാറ്റി നിന്നോട് മാത്രം സങ്കടം പറയുന്ന, നിന്നോട് മാത്രം വൈഷമ്യം പറയുന്ന, നിന്നോട് മാത്രം ദുഃഖം പങ്കുവെക്കുന്ന റബ്ബേ, മുവഹിദായി എന്ന് ജീവിപ്പിക്കുന്നതിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. പ്രിയപ്പെട്ടവരുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. രണ്ടാമതായി മനുഷ്യനായി പിറന്നു എന്നതിന് ശേഷം ഹിദായത്ത് നൽകിയ മനുഷ്യനായി ജീവിക്കാൻ അനുവദിച്ചു എന്ന അനുഗ്രഹത്തിനാണ് അല്ലാഹുവിനോട് നമ്മൾ ഹംദ് പറയേണ്ടത്, അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പരിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരികയാണ്. അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്, അലം നജഅലിൽ അർദ മിഹാദാ. ഈ ഭൂമിയെ നാം നിങ്ങൾക്ക് ജീവിക്കാനുള്ള തൊട്ടിലാക്കി തന്നില്ലേ? ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ വിധാനിച്ചു തന്നില്ലേ? എന്താണ് ഒരു തൊട്ടിൽ? പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മടിത്തട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സംവിധാനത്തിനാണ് തൊട്ടിലെന്ന് പറയുക. അതുപോലെ തന്നെ അള്ളാഹു ഒരുക്കിയ സ്വർഗം കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമായി കഴിഞ്ഞുകൂടാൻ കഴിയുന്ന ഈ ഭൂമിയെ കുറിച്ച് അള്ളാഹു തൊട്ടിലെന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. അതറിയണമെങ്കിൽ ഈ സൗരയൂഥത്തെ കുറിച്ച്
കുറിച്ച് പഠിക്കണം, ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കണം. ഭൂമിയുടെ അയൽഗ്രഹങ്ങളായ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന, ഭൂമിയുടെ അയൽഗ്രഹമായ സൂര്യന് ഇപ്പുറത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ നമ്മുടെ എല്ലുകളെ പോലും ഉരുക്കി കളയാൻ കഴിയുന്ന, നിമിഷാർത്ഥത്തിൽ നമ്മൾ മരിച്ചില്ലാതെയായി പോകുന്ന, നമ്മുടെ മാംസങ്ങൾ പോലും നീരാവിയായി പോകാൻ മാത്രം ചൂടുള്ള ഗ്രഹങ്ങളാണ് ഭൂമിയുടെ തൊട്ടിപ്പുറത്ത് നിലകൊള്ളുന്നത്. എന്നാൽ ഭൂമിയുടെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ അതാ നിമിഷാർത്ഥം കൊണ്ട് രക്തം കട്ട പിടിച്ചുകൊണ്ട് ഐസായി മാറിക്കൊണ്ട് മരണപ്പെടാൻ സാധ്യതയുള്ള ഭീകരമായ തണുപ്പുള്ള ഗ്രഹങ്ങളാണ് ഇപ്പുറത്തെ ഭാഗത്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സൗരയൂഥത്തിൽ മാരകമായ വിഷവാതകങ്ങളുള്ള ഗ്രഹങ്ങളുണ്ട്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന അതിഭീകരമായ കിരണങ്ങളാൽ മലിനമായ ഗ്രഹങ്ങളുണ്ട്. ഇവിടേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ ശ്വസിച്ച തൽക്ഷണം നമ്മൾ മരിച്ചു പോകുകയാണ്. ആ കിരണങ്ങൾ ഏറ്റുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോകുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ചില ഗ്രഹത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, വ്യാഴം പോലെയുള്ള ഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഗുരുത്വാകർഷണത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരം ഛിന്ന ഭിന്നമായി പോകുമെന്നാണ്. നമ്മുടെ കണ്ണുകളും കാതുകളും പല്ലുകളും കൈകളും കാലുകളും എല്ലാം ഛിന്ന ഭിന്നമായി പൊട്ടിത്തെറിച്ചു പോകുമെന്നാണ്. എന്നാൽ ഇതാ ഭൂമിയിലേക്ക് വരുമ്പോ നമ്മുടെ അസ്ഥികൾ നീരാവിയായി പോകുന്ന ചൂടവിടെയില്ല, നമ്മുടെ രക്തം കട്ട പിടിച്ചു പോകുന്ന തണുപ്പും അവിടെയില്ല. മനുഷ്യ ശരീരത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഊഷ്മാവ് പടച്ചറമിതായി ഭൂമിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല, സൂര്യനിൽ നിന്ന് വമിക്കുന്ന അതിഭീകരമായ കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഭൗമാന്തരീക്ഷത്തെ ഹരിതവാതകങ്ങളെ അല്ലാഹു നിർണയിച്ചിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തെയും ഓസോൺ പാളിയെയും അല്ലാഹു നിർണയിച്ചിരിക്കുകയാണ്. മനുഷ്യർ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ അല്ലാഹു സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. അവന് കുടിക്കാനുള്ള വെള്ളം കുടിക്കാനുള്ള പാകത്തിൽ നിലനിർത്താൻ ആവശ്യമായ അന്തരീക്ഷോഷ്മാവിടെ പടച്ചവൻ നിലനിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് സംവിധാനിച്ചിട്ടാണ് പടച്ചറപ്പ് ചോദിക്കുന്നത്, ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കി തന്നില്ലേ? ഈ ഭൂമിയുടെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി പർവ്വതങ്ങളെ നാം ആണിയാക്കി തരികയും ചെയ്തില്ലേ? പൂറ്റി മുതൽ മുടിവരെ സകലതും വ്യത്യസ്തമായ രീതിയിൽ ആണാകുന്ന പെണ്ണാകുന്ന പാരസ്പര്യമുള്ള രീതിയിലുള്ള രണ്ട് ഇണകളെ നാം ഇണകളാക്കി നാം നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തില്ലേ? ശാസ്ത്രത്തിന് ഇന്ന് വരെ മുഴുവനും വിശദീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിസങ്കീർണമായ ഉറക്കമെന്ന വിശ്രമ സംവിധാനത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരികയും ചെയ്തില്ലേ? നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇരുട്ട് മൂടുന്ന അവസ്ഥയിലേക്ക് രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിധാനിച്ചു തന്നില്ലേ? അങ്ങനെ ആ രാത്രിയുടെ ഇരുളിൽ നിങ്ങൾ വിശ്രമിച്ചു കഴിഞ്ഞ് ഉന്മേഷവതികളായി ഉന്മേഷവാന്മാരായി നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ജീവിത സന്ധാര വേളയിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നാം പകലിനെ സംവിധാനിച്ചു തരികയും ചെയ്തില്ലേ? നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ 7 ആകാശങ്ങൾ ഞാൻ നിങ്ങളുടെ ഉപരിയിൽ പടച്ചു വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് ആകാശത്തിന്റെ കീഴെ കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കിന് സൂര്യനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു വെച്ചിട്ടുണ്ട്, സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സൂര്യതാപത്തിലൂടെ കടലിന്റെ ഉപ്പുവെള്ളത്തെ ബാഷ്പീകരിക്കുകയും കടലിന്റെ ഉപ്പുവെള്ളത്തെ നീരാവിയാക്കുകയും ആ നീരാവിയിലൂടെ കാർമേഘങ്ങൾ ഉണ്ടാവുകയും ആ കാർമേഘത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കുത്തിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചു തരികയും ചെയ്തില്ലേ? ധാന്യങ്ങളും മുളകളും ഇടതൂർന്ന തോട്ടങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യരവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. എപ്രകാരമാണ് നാം മേഘത്തിൽ നിന്ന് മേഘപടലങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിച്ചത്? അതിസൂക്ഷ്മമായ രീതിയിൽ ഭൂമിയിൽ ഞാൻ എങ്ങനെയാണ് വിള്ളലുണ്ടാക്കിയത്? فأنبتنا به حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا
മതാഅൻ ലക്കും വലിഅൻആമിക്കും. എണ്ണിയാലൊടുങ്ങാത്ത പച്ചക്കറികൾ, എണ്ണിയാലൊടുങ്ങാത്ത പഴവർഗ്ഗങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ധാന്യത്തിന്റെ കതിരുകൾ, എണ്ണിയാലൊടുങ്ങാത്ത വിത്തുകൾ, ഈത്തപ്പഴങ്ങൾ, അതുപോലെ തന്നെ മുന്തിരികൾ, റുമ്മാൻ, എല്ലാമേ ആ മഴയിലൂടെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പിളർപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് മുളപ്പിച്ചു തരികയും ചെയ്തില്ലേ? എന്തിനു വേണ്ടി? മതാഅൻ ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷണമായിക്കൊണ്ട്. അള്ളാഹുവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നായി എണ്ണി 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 ഇങ്ങനെ പറയണം. എണ്ണി പറഞ്ഞാൽ തീരോ? ഇല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നിഅമത്തുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ നിന്നാൽ ഖിയാമത്ത് നാൾ വരെ എണ്ണലേ അവന് പടി ഉണ്ടാവുള്ളൂ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം വേണ്ടിയാണ് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയേണ്ടത്, അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത്. ഈ അനുഗ്രഹങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ച് ഓർമ്മിക്കണം. മഴയില്ലാത്ത, കതിരുകളില്ലാത്ത, കൃഷികളില്ലാത്ത, പഴവർഗ്ഗങ്ങളില്ലാത്ത, പച്ചക്കറികളില്ലാത്ത, പട്ടിണി പച്ച പേക്കോലങ്ങളായി മനുഷ്യൻ മരിച്ചൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന, കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ച് തൊണ്ട പൊട്ടി ചോര തുപ്പുന്ന അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാൻ. കണ്ണില്ലാതെ മറ്റൊരുത്തന്റെ കൈപിടിച്ച് മാത്രം നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാൻ. ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് ണ്ടല്ലോ, അതിങ്ങനെ തൊണ്ടയിലൂടെ ഇറങ്ങി ആമാശയത്തിലേക്ക് അത് സഞ്ചരിച്ചു പോകുമ്പോ ഒരു ഉരുള ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ഭക്ഷിക്കാൻ കഴിയാതെ തൊണ്ടക്ക് ക്യാൻസർ വന്നിട്ട് വിശന്ന് വയറിൽ തീയാളുന്ന സമയം പൊട്ടിക്കരയുന്ന മനുഷ്യരുടെ ദുരവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ ഒരു ഉരുള ഭക്ഷണം നമ്മൾ കഴിക്കാൻ. ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കുമ്പോ സൊമാലിയൻ തെരുവീതികളിൽ ഒരിറ്റ് ദാഹജലം കിട്ടുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിന്ന് ആ ദാഹജലത്തിന് വേണ്ടി പിടക്കുന്ന പിഞ്ചു പൈതങ്ങളടക്കമുള്ള ആളുകളെ കുറിച്ച് ഓർത്തിട്ട് വേണം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാൻ. അങ്ങനെ കുടിച്ചാൽ, അങ്ങനെ കഴിച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് അൽഹംദുലില്ലാ എന്ന മാന്ത്രിക വചനം നിർഗളിക്കും. ഒരു സംശയം വേണ്ട. ആ അൽഹംദുലില്ലക്കാണ് പടച്ചോന്റെ സ്ഥാനമുള്ളത്. അങ്ങനെ അൽഹംദുലില്ലാ പറയാൻ നാഥൻ നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.